Dear students, welcome you all to a new session on the course Mechanics of Solids. Today the topic for discussion is thermal stresses. Okay, when there is ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബോഡിയിലുണ്ടാകുന്ന ഡീഫർമേഷനെ ബേസ് ചെയ്ത് സ്ട്രെയിൻ ഉണ്ടാവും. അതാണല്ലോ ഓർഡർ. ആദ്യം ഡീഫർമേഷൻ ഉണ്ടാവും, ദെൻ ഡീഫർമേഷൻ ഉണ്ടായി കഴിഞ്ഞ് സ്ട്രെയിൻ, ദെൻ സ്ട്രെസ്. ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ലോഡ് അപ്ലൈ ചെയ്യും. ഹിയർ ഇൻ ദിസ് കേസ് വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി, ആ ഒരു ബോഡി പ്ലേസ് ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റിലുള്ള ടെമ്പറേച്ചറിനുണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഓരോ ആപ്ലിക്കേഷൻ ലെവൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ, വേരിയസ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ടൈമിൽ based on that environment, if there is a change in temperature of the body, it undergoes expansion or contraction. Okay, then temperature raise ചെയ്യാൻ നേരം മെറ്റൽസ് ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ നേരം എക്സ്പാൻഡ് ചെയ്യും, അതാണ് എക്സ്പാൻഷൻ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ആ ഒരു കേസിൽ ഇഫ് ദ ബോഡി ഈസ് നോട്ട് അലൗഡ് ടു expand or contract freely, if the body is not allowed to expand or contract freely, ഒരു എക്സ്പാൻഡ് ചെയ്യാനും ഇപ്പം ടെമ്പറേച്ചർ കൂടാൻ നേരം ബോഡി എക്സ്പാൻഡ് ആവും, ടെമ്പറേച്ചർ കുറയാൻ നേരം ബോഡി കോൺട്രാക്റ്റ് ആവും. അങ്ങനെ ഫ്രീ ആയിട്ട് ബോഡി ഈസ് നോട്ട് അലൗഡ് ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട്, ഫ്രീ ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാനോ അനുവദിക്കാതിരുന്നാൽ ദ സ്ട്രെസ്സസ് വിൽ ബി ഡെവലപ്ഡ് ഇൻ ദ ബോഡി. ഓക്കെ, അങ്ങനെ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ ദ ബോഡി ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആർ കാൾഡ് തെർമൽ സ്ട്രെസ്സസ്. സോ അങ്ങനെയാണ് തെർമൽ സ്ട്രെസ്സസ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ കൺസിഡർ എ ബാർ ഓഫ് ലെങ്ത് എൽ സബ്ജക്റ്റഡ് ടു എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ടി ഡിഗ്രി സെൽഷ്യസ്. ടി ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ചേഞ്ച് കാരണം സോ ദ ബോഡി ഓഫ് ലെങ്ത് എൽ സബ്ജക്റ്റഡ് ടു എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതായത് അതിൻ്റെ പ്ലേസ് ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയും ചെയ്യാൻ നേരം ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് ടി ഡിഗ്രി സെൽഷ്യസ്. സോ ഇഫ് ദ ബാർ ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്, ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ അനുവദിച്ചാൽ ദ ലെങ്ത്, ചേഞ്ച് ഇൻ ലെങ്ത് ഓർ extension of the bar or contraction of the bar is given by the formula delta L. Delta L is equal to L alpha delta T, where L is the initial length of the bar, delta T is the change in temperature in degree Celsius, alpha is the coefficient of linear expansion of the material. Given material the coefficient of linear expansion ആണ് alpha. So when the body is subjected to a change in temperature of T degree Celsius and if the bar is free to expand or contract, അതിനെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമല്ലേ അതിനകത്ത് എക്സ്റ്റൻഷൻ ഉണ്ടാവും. സോ ദാറ്റ് എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ഇഫ് ദിസ് ആ ഒരു ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ, ഇഫ് ദ എക്സ്പാൻഷൻ ഈസ് പ്രിവെൻറ്റഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി, അങ്ങനെ അനുവദിക്കാതിരുന്നാൽ ദ സ്ട്രെസ്സസ് വിൽ ബി ആക്ടിങ് ഓൺ ദ ബോഡി. ഓക്കെ, സോ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിൽ സ്ട്രെസ്സസ് ഉണ്ടാകത്തില്ല. ബട്ട് ദാറ്റ് എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഈസ് പ്രിവെൻറ്റഡ്, പാർഷ്യലി ആയാലും കംപ്ലീറ്റ്ലി ആയിട്ടും പ്രിവെൻറ്റ് ചെയ്ത് വെച്ചാൽ ദ സ്ട്രെസ്സസ് വിൽ ബി ആക്ടിങ് ഓൺ ദ ബോഡി. ഓക്കെ, സോ അതിന് ഫസ്റ്റ് കേസാണ് വെൻ ദ എക്സ്പാൻഷൻ ഈസ് പ്രിവെൻറ്റഡ് ബൈ ദ സപ്പോർട്ട്സ്. സോ കൺസിഡർ ദിസ് ബാർ ഓഫ് ലെങ്ത് എൽ. ഈ കാണിച്ചിരിക്കുന്നതാണ് ടെമ്പറേച്ചർ ചേഞ്ച്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ഡ്യൂ ടു ദ ടെമ്പറേച്ചർ റൈസ് ദ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ ദ ബോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എൽ ആൽഫ ഡെൽറ്റ ടി, അതാണ് ഡെൽറ്റ എൽ. സോ സ്ട്രെയിൻ മീൻസ് സ്ട്രെയിൻ ഇൻ ദ ബോഡി എപ്സിലോൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി ബൈ ഒറിജിനൽ ലെങ്ത് എൽ. സോ സ്ട്രെയിൻ ഇൻ ദ ബോഡി എപ്സിലോൺ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. എല്ലും ക്യാൻസലായി ആൽഫ ഡെൽറ്റ ടി ആണ് സ്ട്രെയിൻ ഇൻ ദ ബോഡി. സോ വൺ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് സ്ട്രെസ്. Stress developed in the body sigma is equal to E into epsilon E into alpha delta T. Sigma is equal to E into alpha delta T. Okay, that is a stress developed in the body due to this change in temperature. ഈ സ്ട്രെസ് ഡെവലപ്പ് ആവുന്നത് ഇവിടെ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ നേരം ഈ ബോഡി എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ എക്സ്പാൻഷനെ പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സൈഡിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, രണ്ട് എൻഡ്സും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ബോഡിക്ക് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് ഡെവലപ്പ് ആവുന്നത്. സോ ദാറ്റ് വാല്യൂ ഓഫ് സ്ട്രെസ് ഈസ്
E into alpha into delta t. So equation ഒന്നും കൂടെ എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. Strain is equal to alpha into delta t, stress is equal to E into alpha into delta t, change in length or extension of the bar due to change in temperature L alpha delta t, delta L is equal to L alpha delta t. Okay, അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് when the support provides a clearance of delta or when the support yield by a distance of delta. Okay, ഇവിടെ ഈ ഫിഗർ കാണാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബട്ട് റൈറ്റ് സൈഡിൽ ദർ ഈസ് എ ഗ്യാപ്പ് ഓർ ക്ലിയറൻസ് ഓഫ് ഡെൽറ്റ. ഒരു ഡെൽറ്റ ക്ലിയറൻസ് ഉണ്ട്, അതായത് ഇതിൻ്റെ ലെങ്ത് ഇനിഷ്യൽ ലെങ്ത് എൽ ആയിരിക്കും. ഇനിഷ്യൽ ലെങ്ത് എൽ ആയിരിക്കും. ഈ ബാറിന് ഫ്രീ ആയിട്ട് ഡെൽറ്റ ഡിസ്റ്റൻസ് വരെ എക്സ്പാൻഡ് ചെയ്യാം. വൺസ് ആ ഒരു ഡെൽറ്റ ഡിസ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ബോഡിയുടെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ വന്ന് ജോയിൻ ആവും, അല്ലെങ്കിൽ ഇവിടെ വന്ന് കോണ്ടാക്റ്റ് ആവും. ഈ റൈറ്റ് സൈഡിൽ ഈ ബോഡി റൈറ്റ് പോർഷനിൽ വന്ന് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ വൺസ് ആ ഒരു ഡെൽറ്റ ഡിസ്റ്റൻസ് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബോഡിയുടെ ഈ റൈറ്റ് സൈഡിൽ കോണ്ടാക്റ്റ് വരും. കാരണം ദിസ് ബോഡി വിൽ ടച്ചസ് ദി വാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് കംപ്രസീവ് സ്ട്രെസ്സസ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊരു കേസാണ്. സോ ദാറ്റ് സപ്പോർട്ട് പ്രൊവൈഡ്സ് എ ക്ലിയറൻസ് ഓഫ് ഡെൽറ്റ ഓർ സപ്പോർട്ട്സ് ഈൽഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് ഡെൽറ്റ. അല്ലെങ്കിൽ സപ്പോർട്ട് ഒരു ഈൽഡ് മീൻസ് അനുവദിക്കും, ഒരു ഡെൽറ്റ ഡിസ്റ്റൻസ് വരെ അതിനൊരു ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കും ആ സപ്പോർട്ട്. അങ്ങനെ ഒരു കേസിലാണ് ഇനിയും കണ്ടുപിടിക്കേണ്ടത്. സോ എപ്പോഴും ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആൽഫ ഡെൽറ്റ ടി ആയിരിക്കും. സോ നെറ്റ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഈ എൽ ആൽഫ ഡെൽറ്റ ടിയിൽ നിന്ന് ഈ ഡെൽറ്റ കുറയ്ക്കുകയാണ്. ആക്ച്വലി അത് എൽ ആൽഫ ഡെൽറ്റ ടി എക്സ്പാൻഡ് ആവും, ബട്ട് അത് ഡെൽറ്റ ഡിസ്റ്റൻസ് വരെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കും. സോ നെറ്റ് എന്ന് പറയുന്നത് എൽ ആൽഫ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ. ഈ ഒരു ഡെൽറ്റ ഡിസ്റ്റൻസും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്ത് സ്ട്രെസ് ഉണ്ടാകത്തുള്ളൂ. അതാണ് നെറ്റ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് മച്ച് ഇലോങ്ങേഷൻ, ഇത്രയും ഇലോങ്ങേഷനാണ് സപ്പോർട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത്. കാരണം അതിനെ ഡെൽറ്റ വരെ ഡിസ്റ്റൻസ് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ആ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സസ് വിൽ ബി ഡെവലപ്ഡ് ഇൻ ദ ബോഡി. ഫോർ ദാറ്റ് പ്രിവെൻറ്റഡ് ഇലോങ്ങേഷൻ ഓൺലി, ആ പ്രിവെൻറ്റ് ചെയ്യുന്ന ഇലോങ്ങേഷന് വേണ്ടി മാത്രം സ്ട്രെസ് ഡെവലപ്ഡ് ആവും. ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ, ഇ ഇൻറ്റു എപ്സിലോൺ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ഇ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എൽ ആൽഫ ഡെൽറ്റ ടി എക്സ്പാൻഡ് ആവും. അതിൽ നിന്ന് ഡെൽറ്റ കുറയ്ക്കണം, കാരണം ഡെൽറ്റ കുറച്ചെങ്കിൽ ഡെൽറ്റ ഡിസ്റ്റൻസ് വരെ അതിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. കാരണം ആ ഗ്യാപ്പ് ഉണ്ട് ഡെൽറ്റ ഡിസ്റ്റൻസ്, അത് കഴിയുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. സോ എൽ ആൽഫ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ. സോ ഇ ആൽഫ ഡെൽറ്റ ടി, എല്ലും ക്യാൻസൽ ആവും. ഈ ക്യാപിറ്റൽ യങ്സ് മോഡുലസ് ബ്രാക്കറ്റിനകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം എല്ലും ക്യാൻസലായി ഇ ആൽഫ ഡെൽറ്റ ടി മൈനസ് ഇ ഡെൽറ്റ ബൈ എൽ. ഇ കോമൺ ആയിട്ട് എടുക്കുക, ഇ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ. So this is the stress developed in that body in the case when the support provides a clearance delta or the support yield by a distance delta. Okay, so ഈ thermal stress നെ ബേസ് ചെയ്തുള്ള ഒരു പ്രോബ്ലമാണ് നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ്. A steel bar of 35 mm diameter and 4 meter long is connected to two grips and is maintained at a temperature of 95 degrees Celsius. Determine the stresses and pull exerted when the temperature falls to 25 degrees Celsius. So steel barന്റെ ഡയമീറ്റർ 35 mm തന്നിട്ടുണ്ട്, ലെങ്ത് 4 meter ലോങ് ആണ്. അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദി എൻവയോൺമെൻറ്റ് 95 degree Celsius. ദെൻ ആ ടെമ്പറേച്ചർ കുറഞ്ഞ് 25 degree Celsius ആയിട്ട് കുറയുമ്പോൾ ഡിറ്റർമൈൻ ദി സ്ട്രെസ്സസ് ആൻഡ് പുൾ എക്സൈറ്റഡ് ഇൻ ദി ബോഡി. രണ്ട് കേസുണ്ട്. ഫസ്റ്റ് കേസ് ദ ഗ്രിപ്സ് ഡു നോട്ട് ഈൽഡ്. രണ്ടാമത്തെ കേസ് ഗ്രിപ്പ് ഈൽഡ് ബൈ 0.12 centimeter. ഓക്കെ, യങ്സ് മോഡുലസ് വാല്യൂ ഓഫ് സ്റ്റീൽ 2 × 10⁵ Nm/mm². Alpha value, coefficient of thermal expansion of the steel 12 × 10⁻⁻⁶ per degree Celsius. Okay, per degree Celsius 12 × 10⁻⁻⁶ അത് എക്സ്പാൻഡ് ആവും. So alpha is the coefficient of linear expansion of the steel material, alpha. So രണ്ട് കേസായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ഗ്രിപ്പ് ഡു നോട്ട് ഈൽഡ്. സോ ആ കേസിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ
ഓൾറെഡി ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഒരു സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ബാർ, സ്റ്റീൽ ബാർ π/4d². ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക. ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ചേഞ്ച് 95 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇനിഷ്യൽ, ദെൻ അത് 25 ഡിഗ്രി സെൽഷ്യസിൽ ഡ്രോപ്പ് ചെയ്യും, 25 ഡിഗ്രി സെൽഷ്യസ് വരെ ഡ്രോപ്പ് ആവും. ഓക്കെ, സോ നെറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇവിടെ ഗ്രിപ്പ് ഡു നോട്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഡെൽറ്റ ഇലോങ്ങേഷൻ അത് അനുവദിക്കത്തില്ല, അതുകൊണ്ടാണ് ഡു നോട്ട് ഈൽഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് എക്സ്പാൻഷൻ ഈസ് പ്രിവെൻറ്റഡ്. എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ബോഡിയിൽ സ്ട്രെസ് ഉണ്ടാവും. സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇ വാല്യൂ 2 × 10⁵, ആൽഫ 12 × 10⁻⁶. ഡെൽറ്റ ടി ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 70 ഡിഗ്രി സെൽഷ്യസ്. സോ സിഗ്മയുടെ വാല്യൂ 168 Nm/mm² എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ട സ്ട്രെസ്സ് കണ്ടുപിടിക്കണം. സോ പുൾ എക്സേർട്ടഡ്, ഈ ഒരു ബോഡി എക്സ്പാൻഡ് ആവാൻ ശ്രമിക്കും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം രണ്ട് എൻഡ്സും ഫിക്സഡ് ആണ്. സോ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിന് കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, രണ്ട് സൈഡിലും ഇതേപോലെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ വൺസ് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി എക്സ്പാൻഡ് ആവാൻ ശ്രമിക്കും, ബട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് സൈഡും ഫിക്സ് ആയതുകൊണ്ട് തിരിച്ച് ഈ വോൾ അല്ലെങ്കിൽ സപ്പോർട്ട് തിരിച്ചൊരു സ്ട്രെസ് ഇതിനകത്ത് ആക്ട് ചെയ്യും. ഓക്കെ, തിരിച്ച് സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ്സാണ്. സോ അതുകൊണ്ടാണ് പുള്ളെന്ന് പറയുന്നത്. ഓക്കെ, പുൾ എക്സേർട്ട് ചെയ്യും. സോറി, ഇവിടെ 95 ഡിഗ്രി പുള്ളെന്ന് പറയുന്നത് 95 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 95 ഡിഗ്രിയിൽ നിന്ന് 25ലേക്ക് കുറയ്ക്കുകയാണ്. ഓക്കെ, കുറയ്ക്കാൻ നേരം എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഡ്രോപ്പാണ്. ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യാൻ നേരം 95ൽ നിന്ന് 25ലേക്ക് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യാൻ നേരം എന്ത് ചെയ്യും? ബോഡി കോൺട്രാക്റ്റ് ആവും. എക്സ്പാൻഡ് അല്ല, കോൺട്രാക്റ്റ് ആവും. ബോഡി കോൺട്രാക്റ്റ് ആവാൻ നോക്കും, പക്ഷേ കോൺട്രാക്റ്റ് ആവാൻ പറ്റത്തില്ല. കാര്യം ദ എൻഡ്സ് ആർ ഫിക്സഡ്. എൻഡ്സ് ഫിക്സഡ് ആയതുകൊണ്ട് കോൺട്രാക്റ്റ് ആവാൻ പറ്റത്തില്ല. സോ ഈ എൻഡ്സ് രണ്ട് സൈഡിലെയും സപ്പോർട്ട് ഇതിനെ പുള്ളി ചെയ്യും. ഓക്കെ, കോൺട്രാക്റ്റ് ആവാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് രണ്ട് ഫിക്സഡ് എൻഡ്സും പുള്ള് ചെയ്യും. ഓക്കെ, പുള്ളിങ് ആണ് അവിടെ നടക്കുന്നത്. ബിക്കോസ് ദ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയതുകൊണ്ട് മെറ്റീരിയൽ കോൺട്രാക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ദാറ്റ് പുൾ പി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ 168 ഇൻറ്റു കറസ്പോണ്ടിങ് ഏരിയ മൾട്ടിപ്ലൈ ചെയ്യുക. പുൾ പി ഈസ് ഈക്വൽ ടു 161.63 kN എന്ന് കിട്ടും. സോ അടുത്ത കേസ് ഗ്രിപ്പ് ഈൽഡ് ബൈ 0.12 cm. സോ ഡെൽറ്റ എന്ന് പറയുന്നത് 1.2 mm ആണ്. 1.2 mm വരെ ഇലോങ്ങേഷൻ ഈ സപ്പോർട്ട് ഈൽഡ് ചെയ്യും, അല്ലെങ്കിൽ അനുവദിക്കും. 1.2 mm വരെ ഫ്രീ ആയിട്ട് ഈ ബാറിന് എക്സ്പാൻഡ് ചെയ്യാം. വൺസ് 1.2 mm കഴിഞ്ഞാൽ മാത്രമേ സ്ട്രെസ് ഉണ്ടാകത്തുള്ളൂ. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ലെങ്ത് 4 മീറ്റർ ആണ്, mm-ലാക്കുക. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 3.36 mm കിട്ടും. സോ നെറ്റ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് 3.36ൽ നിന്ന് 1.2 mm കുറയ്ക്കുക. ഓക്കെ, 1.2 mm വരെ ഈൽഡ് ചെയ്യാൻ സപ്പോർട്ട് അനുവദിക്കും. സോ 3.36 മൈനസ് 1.2 2.16 mm. സോ ഇനി സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ ഒരു 2.16 mm എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ആ 2.16 mm എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ സ്ട്രെസ് ഉണ്ടാകത്തുള്ളൂ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ. ഈ 2 × 10⁵. എപ്സിലോൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് നെറ്റ് ഇലോങ്ങേഷൻ ആണ്. നെറ്റ് ഇലോങ്ങേഷൻ ഈസ് ഈക്വൽ ടു 2.16 mm by initial length 4 meter, 4000 mm. So stress is 108 Nm/mm². Pull P is equal to sigma into A, sigma 108 into area of cross section multiply. You will get the pull exerted by the support. രണ്ട് എൻഡിലും സപ്പോർട്ട് ഈ ഒരു മെറ്റീരിയലിനെ പുള്ള് ചെയ്യും. ഓക്കെ, ആ പുൾ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മ ഇൻറ്റു എ 103.90 kN. 103.90 kN. Okay, thank you.